മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാം പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന് സംശയിക്കുന്നു KPCC പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനവുമെത്തി. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്തും ചെയ്യുമെന്നും പരാതി ഉന്നയിക്കുന്നവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വന്നതിലും അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ സ്ത്രീലമ്പടന്മാരെ സംരക്ഷിക്കുന്നത് CPIM ആണെന്നും മുഖ്യമന്ത്രി ആദ്യം അവരെ നിലയ്ക്ക് നിർത്തട്ടെ എന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വിശദമായൊരു റിപ്പോർട്ട് കാണാം ആദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാം പരാതി ആസൂത്രിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് സംശയിക്കുന്നതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നും ആവർത്തിച്ചതോടെയാണ് മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. എന്താണ് ഈ സ്ത്രീലമ്പടന്മാർ കാട്ടിക്കൂട്ടുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിനു മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. പരാതി പറയുന്നവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി. വന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇനിയും വന്നേക്കാമെന്നും മുഖ്യമന്ത്രി. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. എന്നാൽ സ്ത്രീലമ്പടന്മാരെ സംരക്ഷിക്കുന്നത് CPIM ആണെന്നും മുഖ്യമന്ത്രി ആദ്യം അവരെ നിലയ്ക്ക് നിർത്തട്ടെയെന്നും രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. ആദ്യം CPMലെ സ്ത്രീലമ്പടന്മാരെ അദ്ദേഹം നിലയ്ക്ക് നിർത്തട്ടെ. കേരളത്തിൽ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പീഡന പരാതികളിൽ സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി 13 ദിവസം പൂഴ്ത്തിവെച്ചതായും ലൈംഗിക അപവാദ കേസുകളിൽപ്പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്നും മുഖ്യമന്ത്രി പരിശോധിക്കണമെന്നും VD സതീശൻ. CPM സഹയാത്രികന്റെ CPM കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂഴ്ത്തിവെച്ചത്? മറുപടി പറയണ്ടേ? ഇരട്ട നീതി. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ കോൺഗ്രസ് നേതാക്കൾ വീണ്ടും പരോക്ഷ പിന്തുണയുമായി രംഗത്ത് വരികയാണ്. ഇതിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ അതിരൂക്ഷ വിമർശനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കോഴിക്കോട്.